അർജന്റീന ടീം ഇതാ കേരളത്തിലേക്ക് വരുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്ന് കൊട്ടിഘോഷിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കഴിഞ്ഞ ദിവസങ്ങളാണ് ഏകദേശം അതിലൊരു തീരുമാനമായത്, മെസ്സി വരാൻ പോകുന്നില്ല എന്ന്. അതിന് ഒരു പൈസ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെലവാകില്ല എന്ന് പറഞ്ഞ കായിക മന്ത്രി ടീമിനെ ക്ഷണിക്കാൻ വേണ്ടി സ്പെയിനിലേക്ക് പോയ വകയിൽ 13 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവായി എന്നതും കഴിഞ്ഞ ദിവസം അറിഞ്ഞു. എന്തായാലും അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കായിക മന്ത്രിയുടെയും സ്പോൺസർമാരുടെയും വാദം പൂർണ്ണമായി തള്ളുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കൂടിക്കാഴ്ച നടത്തിയ AFA മാർക്കറ്റിംഗ് തലവൻ ലിയാൻഡ്രോ പീറ്റേഴ്സനാണ് നിലപാട് വ്യക്തമാക്കിയത്. മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുന്നതിന് തയ്യാറാക്കിയ കരാർ ലംഘിച്ചത് സർക്കാരാണ്, കേരള സർക്കാരാണ് എന്നാണ് AFA പ്രതിനിധി മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത്. പണം ആവശ്യപ്പെട്ട് മുൻപ് 2 തവണ AFA സർക്കാരിനും സ്പോൺസർക്കും നോട്ടീസ് നൽകിയിരുന്നതാണ്. റിപ്പോർട്ടുകൾ ആ വിവരങ്ങളാണ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി രജിൽ നമുക്കൊപ്പം ചേരുന്നു. രജിൽ, നമ്മൾ രണ്ടുപേരുടെയും സ്പോൺസറുടെയും കായിക മന്ത്രിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേട്ടാണ്. കായിക മന്ത്രി പറഞ്ഞത് അർജന്റീനയാണ് ഉത്തരവാദി, സ്പോൺസർ പറഞ്ഞത് നഷ്ടം അർജന്റീനയ്ക്കാണ്, ചതിക്കുന്നത് കേരളത്തിലെ ആരാധകരാണെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ആരാണ് ശരിക്കും ചതിച്ചത്, ആരാണ് ശരിക്കും വാക്കുപാലിക്കാത്തതെന്ന് ഇത് നമ്മൾ ഈ വാർത്തകൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. മെസ്സിയും അർജന്റീനയും യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞുവെന്ന്. എന്തായാലും അതിൻ്റെ ഒരു ഔദ്യോഗിക സംവിധാനവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, 2 തവണ നോട്ടീസ് നൽകി, പണം അടയ്ക്കുന്ന അടക്കമുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. തുടർന്ന് സ്വാഭാവികമായിട്ടും അത്ര വലിയ ടീമാണ് അവർ കേരളത്തിൽ കളിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുള്ളൂ. അവരടുത്ത ഷെഡ്യൂളിലേക്ക് പോയി. അപ്പോൾ അട്ടിമറിച്ചത് അല്ലെങ്കിൽ ചതിച്ചത് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയവർ തന്നെ അല്ലേ രജിൽ? ദിവിഷ്, 2024 മുതൽ ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്നതാണ് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോഴൊക്കെ ഒന്നിലേറെ തവണ നമ്മുടെ കായിക മന്ത്രി പറഞ്ഞത് മെസ്സി വരും എന്ന് തന്നെയാണ്. 2025 ഒക്ടോബറിൽ ടീം കേരളത്തിലെത്തും, അതിൽ മെസ്സി ഉണ്ടാകും, മെസ്സി കേരളത്തിലെ മൈതാനത്ത് പന്ത് തട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. ഇപ്പോൾ അതേ ആളുകൾ തന്നെ, അതായത് കായിക മന്ത്രിയും അതോടൊപ്പം തന്നെ സ്പോൺസർമാരുമെല്ലാം ഒരു സിനിമ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ, അതായത് ജോഷി ചതിച്ചാശാനെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മെസ്സി ചതിച്ചാശാനെ എന്ന നിലപാടിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് കരാർ പാലിക്കുന്നതിൽ, ധാരണ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത് എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് ഹെഡ് തന്നെയാണ്. അദ്ദേഹം ഒരു സ്പോർട്സ് ജേർണലിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾ, അതായത് കുറച്ച് ചോദ്യങ്ങളായാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് ഇക്കാര്യം അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ വാർത്ത പൂർണ്ണമായും തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ ആ വാർത്ത അത് നടക്കില്ല എന്ന രീതിയിലേക്ക് കേരളത്തിലെ കായിക മന്ത്രി തന്നെ നിലപാടെടുത്തിരിക്കുന്നു. അപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന് സർക്കാർ പറയുന്നു. ഇതിലെ വാസ്തവം എന്താണ് എന്നതായിരുന്നു ചോദ്യം. അതിന് ലിയാൻഡ്രോ പീറ്റേഴ്സൺ എന്ന മാർക്കറ്റിംഗ് ഹെഡ് പറയുന്നത് നോട്ട് ട്രൂ, നോ വേ എന്ന മറുപടിയാണ്. അതായത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, മാത്രമല്ല ഈ ധാരണയിൽ പിഴവ് ഉണ്ടായിട്ടുള്ളതും കരാർ പാലിക്കാത്തതും കേരള സർക്കാരാണ് വാക്കുപാലിക്കാത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് കായിക മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ സ്പോൺസർമാരുടെയും വാദം പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയാണ്. നേരത്തെ നമുക്കറിയാം സ്പോൺസറും അതേപോലെ തന്നെ കായിക മന്ത്രിയും കഴിഞ്ഞ അടുത്തടുത്ത ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. ആ ഘട്ടത്തിലെല്ലാം അവർ പറഞ്ഞത് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന്, അതായത് 2024 അവസാനം മുതൽ തന്നെ ചർച്ചകൾ നടന്നതാണ്. ഒന്നിലേറെ തവണ ഇതുമായി ബന്ധപ്പെട്ട് AFAയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അവർ കേരളത്തിലേക്ക് വരാനും കളിക്കാനുമുള്ള സന്നദ്ധത അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പുനരാലോചനയില്ല. ഒക്ടോബറിൽ ടീം കേരളത്തിലെത്തും, അതിൽ മെസ്സി ഉണ്ടാകും. അത് കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ ഒരു വലിയ മാറ്റത്തിന് വഴിവെക്കുമെന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു അന്ന് നടത്തിയത്. അതിനുശേഷമാണ് 2 തവണയോളമായി. ശരിയാണ് രജിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് മാത്യു എന്ന മാധ്യമപ്രവർത്തകൻ നമ്മളോട് ഈ വിഷയത്തിൽ, ഇതിൻ്റെ ഈ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് പറഞ്ഞാണ്, കേരളത്തിൽ ഇപ്പോൾ മരിച്ചുപോയ ഒരു ഫുട്ബോൾ താരം വരുമെന്ന് പറഞ്ഞാൽ പോലും അത് കൊട്ടിഘോഷിക്കാനും ഒക്കെ ആളുകളുണ്ടാവും. അങ്ങനെ നമ്മൾ മണ്ടന്മാരായി മാറും, അല്ലെങ്കിൽ അതിനെയൊക്കെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പലരും മാറിപ്പോകുന്നുണ്ട് എന്നൊരു വളരെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇതൊക്കെ വരും എന്ന് കരുതി ആളുകൾ കാത്തിരുന്നവരെല്ലാം മണ്ടന്മാരായി എന്നതാണ്. ഇത്രയും പ്രൊഫഷണലായി ഇടപെടേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിൽ പ്രതിനിധിയൊക്കെ പറഞ്ഞത് ഇതുവരെ ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണെന്നാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലാണ് അർജന്റീനയെ പോലെ ഒരു ടീം 2 തവണ നോട്ടീസ് അയച്ചിട്ട് അതിന് കൃത്യമായി മറുപടി പോലും നൽകാതെ നമ്മുടെ സർക്കാരും സ്പോൺസറും ഇതിൽ ഒളിച്ചുകളി നടത്തിയത്. അപ്പോൾ എന്ത് പ്രൊഫഷണലിസത്തോട് കൂടിയിട്ടാണ് കേരള സർക്കാർ ഇതിന് ഇറങ്ങിത്തിരിച്ചത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത് എന്നായിരിക്കും സാധാരണ ഫുട്ബോൾ ആരാധകർ ചോദിക്കുന്നത്. മെസ്സി വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമ്മുടെ ഫുട്ബോൾ കാണാനും ഇവിടെ കളിക്കാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അല്ലേ, നല്ല സ്റ്റേഡിയവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായി മതിയായിരുന്നു എന്നാണ് സാധാരണ ഫുട്ബോൾ പ്രേമി ആഗ്രഹിക്കുക. ദിവിഷ്, തീർച്ചയായിട്ടും ഇതിനെ പ്രൊഫഷണലിസം എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്. തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനം. ഒരു അന്താരാഷ്ട്ര ടീമിനെ
കേരളത്തിൽ കൊണ്ടുവന്ന് അവരെ ഇവിടെ കളിപ്പിക്കുക, ഇവിടെ സ്പോർട്സ് അക്കാദമി തുടങ്ങുന്നതിനടക്കം സാമ്പത്തിക സഹായമടക്കം ഉറപ്പാക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളാണ് ആ ഘട്ടത്തിൽ സർക്കാർ ഉൾപ്പെടെ നടത്തിയത്. പക്ഷേ ആരെ വിശ്വസിച്ച് കായിക മന്ത്രി ഇത് പറഞ്ഞു? ആരാണ് യഥാർത്ഥത്തിൽ ഫൗൾ പ്ലേ ഇക്കാര്യത്തിൽ കളിച്ചത് എന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. അടിമുടി ദുരൂഹത ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആര് പറഞ്ഞത് വിശ്വസിക്കണം എന്ന ഈ ഘട്ടത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത രീതിയിലാണ്. ഇതുവരെ AFA ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ വാദവുമായി മുന്നോട്ട് പോകാം എന്നായിരിക്കും ഒരുപക്ഷെ കായിക മന്ത്രി കഴിഞ്ഞ ദിവസം വരെ കരുതിയിരിക്കുക. പക്ഷെ അതിനെ പൂർണ്ണമായും പൊളിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇന്ന്. അതായത് നേരത്തെ കായിക മന്ത്രി സ്പെയിനിൽ പോയതാണ്, ആ ഘട്ടത്തിൽ അവരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെന്നൊക്കെ അവകാശപ്പെട്ടതാണ്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഘട്ടത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും സ്പോൺസറോ സർക്കാരോ പങ്കുവച്ചിരുന്നില്ല. അതായത് അങ്ങേയറ്റം സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രതികരണങ്ങളാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഒരു കരാർ വിവരങ്ങൾ അവർ പുറത്തു വെച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലാതെ ഒരു രേഖ കാണിക്കാൻ ആരും തയ്യാറായിട്ടില്ല.